നമസ്കാരം. കുറച്ച് ദിവസമായി തിരക്കിൻ്റെ ഇടയിൽ വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നില്ല. അപ്പോൾ കുറച്ച് പേര് ചോദിച്ചിരുന്നു യുദ്ധക്കല്ലേ ട്രേഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത്. ദൈവം അനുഗ്രഹിച്ച് എവറിത്തിങ് അടിപൊളിയാണ്, യാതൊരു കുഴപ്പമില്ല. യുദ്ധവും പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ ഭാഗത്തവിടെ നടക്കും. നമ്മളിവിടെ ട്രേഡ് ചെയ്യാൻ വന്ന ആളല്ലേ അല്ലേ, നമ്മളത് ചെയ്യാം. അത് വൃത്തിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. വളരെ അടിപൊളിയായിട്ട് നിഫ്റ്റി ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ദൈവാനുഗ്രഹം. പിന്നെ എന്താണെന്നറിയില്ല, നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴേ ഒരു വീഡിയോ നല്ല രീതിയിൽ ചെയ്ത് അപ്ലോഡ് ചെയ്ത് 2 ദിവസം കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അടി കിട്ടുന്ന മാതിരി അടി കിട്ടും. ആരുണ്ടോ എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മളെ ഗ്രൂപ്പിലുള്ള പലരും പറയും നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക, മര്യാദയ്ക്ക് പോകണ്ടല്ലോ, എന്തിനാ വെറുതെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഒരു കാര്യം മനസ്സിലാക്കണോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയണ്ട എന്താന്നുള്ളത് അല്ലേ. അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അറിയണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടേയിരിക്കും. എന്തായാലും കാലൊന്നും കുഴപ്പമില്ല, ഗംഭീരമായിട്ട് പോകുന്നുണ്ട്. ചില ദിവസങ്ങളിൽ ട്രേഡ് കിട്ടാത്ത പ്രശ്നമുണ്ട്, കാരണം ഭയങ്കര പ്രീമിയമാണ്. 400-ഉം 500-ഉം ഒക്കെ പ്രീമിയം വരുന്നു. അതായത് അറ്റ് ദ മണീസ് മണിയൊക്കെയാണെങ്കിൽ പറയണ്ട. OTM ആണ് പിന്നെ നമുക്ക് 150-100 കിട്ടുക, അതെടുത്ത് ചെയ്യാനും പറ്റില്ല. OTM നമ്മൾക്കത് ബുദ്ധിമുട്ടുണ്ടാക്കും, കാരണം നമ്മൾ മാർക്കറ്റ് ഉദ്ദേശിച്ച സൈഡിലേക്ക് അങ്ങോട്ട് നീങ്ങിയില്ലെങ്കിൽ നമുക്കതിൻ്റെ റിട്ടേൺ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ പ്രശ്നമുണ്ട്. അപ്പോൾ അറ്റ് ദ മണി ചെയ്യുമ്പോൾ ചില മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണ്, നമുക്ക് ഐഡിയ ഉണ്ട്, നമുക്കറിയാം മുകളിൽ പോകാന്നുള്ളത്. പക്ഷേ പ്രീമിയം 380, 400, 410 എന്നൊക്കെ പറയുമ്പോൾ അത് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. സ്വാഭാവികമായിട്ടും അത് മാർക്കറ്റിൻ്റെ അവസ്ഥയാണ്, നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കൊരു 10-200-നുള്ളിൽ പ്രീമിയം കിട്ടണം, എന്നാലാണ് അത് വൃത്തിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ യുദ്ധം എപ്പോൾ തീരും ഇപ്പം നമുക്കറിയില്ല. അപ്പോൾ യുദ്ധമോ പ്രശ്നങ്ങളോ എന്ത് വേണേൽ സംഭവിച്ചോട്ടെ, വി ആർ സേഫ്. നമുക്ക് യാതൊരു ഇഷ്യൂസും ഇല്ല, നമ്മൾ ഹാപ്പിയാണ്, ഓക്കെയാണ്, പോരെ. അല്ലാതെ കൂടെ നിൽക്കുന്ന ആളുടെ പൈസ പോവുക, ക്യാപിറ്റൽ അടിച്ചു പോവുക, മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റിൽ പോവുക, 5-6 ട്രേഡ്സൊക്കെ എടുത്ത് കാശ് കളയുക. നോ 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 അങ്ങനത്തെ പ്രശ്നങ്ങളേ ഇല്ല ഇവിടെ. ഇവിടെ സമാധാനത്തിൻ്റെ ട്രേഡ്സാണ്. എല്ലാം ചെക്ക് ചെയ്ത് ഇവിടെയുള്ള അയ്യോ അത് പറയാൻ വിട്ടുപോയി. ഇവിടെയുള്ള കംപ്ലൈൻറ്റ്സ് എന്താണെന്ന് ഇപ്പോഴത്തെ അല്ലാതെ കാലത്തോട്ട് വൈകുന്നേരം വരെ നിങ്ങളൊരു സ്ട്രൈക്ക് കാലത്തിട്ടു, ഒരു 10 മണിക്കോ 11 മണിക്കോ ഒരു സ്ട്രൈക്ക് ഇട്ടു, അത് വെയിറ്റ് മെസ്സേജ് എന്നും പറഞ്ഞിട്ടിരിക്കുക, ഒരു വിവരവും ഇല്ല, എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല, ഒരു അപ്ഡേഷൻസും ഇല്ല. ശരി, ഒരു 1 മണിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ 2 മണിക്കൊക്കെ അപ്ഡേഷൻ വരും. ഓക്കെ, ഗെറ്റ് റെഡി, ആക്റ്റീവ് സൂൺ. ആ സമയത്ത് നമ്മൾ എന്തിനെങ്കിലും ബിസി ആയിരിക്കും, ട്രേഡ് നമ്മൾ മറന്നത് അറിയില്ലല്ലോ. പിന്നെ കുറയുമ്പോൾ ആക്റ്റീവ് എന്ന് പറയും, അപ്പോൾ നമ്മൾ ഓർഡർ ഇട്ട് വയ്ക്കും. അപ്പോൾ ഇത്രയും നേരം ഇതിൻ്റെ പിന്നിൽ ഇരിക്കേണ്ടതാണ്. നിങ്ങളൊരു 10 മണിയാകുമ്പോഴേക്കും പരിപാടി അവസാനിപ്പിക്കുന്ന ഒരു പരിപാടി ചെയ്യുന്നത്, 10 മണിയാകുമ്പോഴേക്കും ഈ പരിപാടി അവസാനിപ്പിക്കാൻ, ആ കിട്ടാനുള്ള കിട്ടി പോകാനുള്ള പോയി, എന്തെങ്കിലും 10 മണിക്ക് തീരണം, എനിക്ക് വേറെ പരിപാടി ഉണ്ടെന്ന്. എന്താ പറയും, പൈസ വേണം, കാശ് വേണം. അത് മൊബൈലിൽ നിന്ന് മതി, ഗ്രാഫ് വേണ്ട, ഒരു കുന്തവും വേണ്ട എന്ന് പറഞ്ഞിട്ട് തമ്പുരാനെ നമ്മൾ ഇത്രയും അങ്ങനെ ചോറ് ഉരുട്ടിയിട്ട് ഇങ്ങനെ വായിൽ തള്ളി കൊടുക്കില്ല എണ്ണാക്കിലേക്ക്, അതുമാതിരി കൊടുക്കണ സാധന. അതിന് സമയമില്ല പൊന്നു സാധന. അങ്ങനത്തെ മാതിരി ആളുകളാണ് നിങ്ങളെങ്കിലും ഇങ്ങോട്ട് വരരുത് കേട്ടോ. ഇവിടെ അങ്ങനത്തെ ഒരു സാധനം, ഇവിടെ മാജിക് വടിയൊന്നും ഇല്ല. ഇവിടെ ഒരു ട്രേഡ് തന്നു, ആ ട്രേഡ് ഞാൻ തന്ന പാടെ അത് ചാടിക്കയറി എടുത്താൽ സ്റ്റോപ്പ് അടിക്കും. നിങ്ങൾ കാണാനല്ലേ, സിമ്പിളായി സ്റ്റോപ്പ് അടിക്കും. അപ്പോൾ നമ്മളതിൻ്റെ എല്ലാ പാരാമീറ്റേഴ്സും ചെക്ക് ചെയ്ത് സെറ്റായി എവറിത്തിങ് നമ്മുടെ ഫേവറിലായതിനു ശേഷമാണ് നമ്മളൊരു ബൈ പറയുന്നത്. അപ്പോൾ നിങ്ങളവിടെ ബൈ പറയുമ്പോൾ മാർക്കറ്റ് നോക്കിയിരിക്കേണ്ടതേ. ഞാനിവിടുത്തെ ആക്റ്റീവ് എന്ന് പറയുമ്പോൾ ഒരു ബ്രാക്കറ്റ് ഓർഡർ
ബൈ വിത്ത് സ്റ്റോപ്പ് ആറ്റ് ദ ടാർഗറ്റ് തന്നിട്ടില്ലെങ്കിൽ ഒരു നോഷണൽ ടാർഗറ്റ് ഒരു 200 പോയിന്റ് മുകളിൽ ഇട്ടോന്നേ. നമ്മൾ ടാർഗറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഇടുക. ഇപ്പോൾ ചില മാർക്കറ്റ് റിസ്കി മാർക്കറ്റ്സ് ആയിരിക്കും. അപ്പോൾ നമ്മളൊരു പാർഷ്യൽ ബുക്കിംഗ് പറയും. അപ്പോൾ ഒരു 10 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ ഒരു 10-15 പോയിന്റ് മുകളിൽ കയറുമ്പോൾ ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ 10 പോയിന്റ് മുകളിൽ കയറുമ്പോൾ ബുക്ക് ചെയ്യുക. ഇനിയിപ്പോൾ ഇറങ്ങി ഒന്ന് സ്റ്റോപ്പ് അടിച്ചാൽ കുറവല്ലേ, ലോസ് കുറയ്ക്കാമല്ലോ. ഇനിയിപ്പോൾ സ്റ്റോപ്പ് ലോസ് പാർഷ്യൽ ബുക്കിംഗ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല, വേണ്ട ചെയ്യണ്ട, എൻട്രി ഇട്ട് വെച്ചോ. ടാർഗറ്റ് ഞാൻ പറയുമ്പോൾ എഡിറ്റ് ചെയ്ത ടാർഗറ്റ് കറക്റ്റ് ഇട്ട് വെച്ചോ. ഒന്നുമില്ല ടാർഗറ്റ് കിട്ടും, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് കിട്ടും. എന്തെന്നായാലും എൻഡ് ഓഫ് ദ മന്ത് കണക്കൂട്ടി വരുമ്പോൾ സാധനം സെറ്റാവും. വലിയ പ്രശ്നത്തേക്കൊന്നും പോവില്ല. ക്യാപിറ്റൽ ലോസ് ആവുകയോ അല്ലെങ്കിൽ ഭീകര നഷ്ടത്തിൽ പോവുകയോ ഒന്നും സംഭവിക്കില്ല. മനസ്സിലായില്ലേ? അത് വിശ്വാസമാണ്, അത് ചെയ്യുക. കാരണം നമ്മൾ അത്രയും ശ്രദ്ധിച്ചിട്ടാണ് ഈ സാധനം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ വരിക. അക്കൗണ്ട് ഹാൻഡ്ലിംഗ് ഉണ്ട്, കയറാവുന്നതാണ്. അതിൽ സീറ്റ്സ് ലിമിറ്റഡ് ആണ്. 2 ലക്ഷം രൂപയാണ് മിനിമം ക്യാപിറ്റൽ, 2 lakhs. അപ്പോൾ ഇതാണ് അവസ്ഥ. മനസ്സിലായില്ലേ? അക്കൗണ്ട് ഹാൻഡ്ലിങ്ങിൻ്റെ സീറ്റ് ലിമിറ്റഡ് ആണ്. ആ ഒരു പ്രോബ്ലം അവിടെ ഉണ്ട്. പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമുക്ക് നോക്കാം. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് തീരെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അക്കൗണ്ട് ഹാൻഡ്ലിംഗ് ജോയിൻ ചെയ്ത പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥകൾ. മനസ്സിലായില്ലേ? അല്ലാതെ ഇതിനും മേലെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അറിയില്ല. ഇപ്പോൾ നിങ്ങൾ പല ദിക്കിലും പോയി പല ആളുകളും പറയണമൊക്കെ കേട്ട് ചെയ്തു. എന്തോരം ആളുകളെ ട്രേഡ് ചെയ്യാൻ പഠിപ്പിക്കുന്ന ആളുകളെന്ന് അറിയുമോ? അപ്പോൾ ഇത്രയും ആളുകളുടെ എല്ലാ സെൻറ്റേഴ്സിലും സ്റ്റുഡൻസ് ഉണ്ട്. അവരൊക്കെ പഠിച്ചിട്ടുണ്ട്. അവരൊക്കെ വന്ന് ലാസ്റ്റ് തിരിച്ചറിഞ്ഞ നിമിഷമുണ്ട്. ഇത് എളുപ്പമല്ല എന്നും ഇത് ഈസി അല്ല എന്നും ഇത് നല്ല പണിയുണ്ടെന്നുള്ളൊരു തിരിച്ചറിവ് വരും. ആ തിരിച്ചറിവ് വരുമ്പോഴേക്കും കൈത്ത കാശൊക്കെ പോകും. വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ചെറിയ പൈസ കൊണ്ടുവന്നിട്ട് അറിയാത്ത ബിസിനസ് ചെയ്യാൻ ആൾ പറയാൻ 50,000 മതി 30,000 മതി എന്നൊക്കെയാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ രീതി അങ്ങനെയാണത്. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ സിമ്പിളായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞില്ലേ അക്കൗണ്ട് ഹാൻഡ്ലിംഗ് 2 ലക്ഷം രൂപ ക്യാപിറ്റൽ വേണം. ഈ 2 ലക്ഷം രൂപ എടുക്കാനുള്ള ഒരു നമ്പർ കുറവാണ്. ചിലവരുടെ കയ്യിൽ 100 കോടി ഉണ്ടാവും, 1000 കോടി ഉണ്ടാവും. അത് ഡിഫറെൻറ്റ് ലീഗാണ്. ചിലവരുടെ കയ്യിൽ 50 ലക്ഷം ഉണ്ടാവും, കോടി ഉണ്ടാവും, 10 ലക്ഷം ഉണ്ടാവും, 20 ലക്ഷം ഉണ്ടാവും, പലതുണ്ടാവും. പക്ഷേ നമ്മളൊരു മാർക്കറ്റിലേക്ക് ഒരു അഡ്വർടൈസ്മെൻ്റ് എന്നുള്ള രീതിയിൽ സൈസ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും അതിൻ്റെ ക്യാപിറ്റൽ സൈസ് കുറഞ്ഞേ പറയുള്ളൂ. 10,000 മതി എന്ന് പറയും. അതൊരു വലിയൊരു നമ്പർ ഓഫ് ആളുകളെ കിട്ടും. എല്ലാവർക്കും ചെറിയ പൈസ വെച്ചിട്ട് എങ്ങനെ, അല്ലെങ്കിൽ തീരെ ക്യാപിറ്റൽ ഇല്ലാണ്ട് എങ്ങനെ കൊടീശ്വരനാവാന്നുള്ള ചർച്ചയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മണ്ടന്മാരാണ്. ആ മണ്ടന്മാരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അഡ്വർടൈസ്മെൻറ്റ് കംപ്ലീറ്റ്. ഇപ്പം ഞാനാണ് അഡ്വർടൈസ് ചെയ്യണമെങ്കിൽ ഞാൻ എന്താ പറയുക, 10,000 മതി അല്ലെങ്കിൽ 2,000 മതി എന്ന് പറഞ്ഞാൽ അത് അഡ്വർടൈസ്മെൻ്റാണ്. അതിൽ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആളുകളെ മുഴുവൻ പൊട്ടനാക്കിടുന്നിട്ട് 5,000 രൂപ 10,000 രൂപ 15,000 രൂപ ഫീസ് എന്ന് പറയും. ആ ഫീസ് മേടിച്ച് വെച്ചിട്ട് അപ്പോൾ ആൾ കൊടുക്കുകയെ 16 രൂപ കൊണ്ട് കൊടീശ്വരനാവാനല്ല പോണേ. ഇപ്പം ഞാനീ പറഞ്ഞു അക്കൗണ്ട് ഹാൻഡ്ലിംഗ് 2 ലക്ഷം രൂപ വേണം അല്ലെങ്കിൽ 3 ലക്ഷം രൂപ വേണമെന്ന് പറയുമ്പോൾ ഇവിടെ ആളുകൾ വരില്ല. വരുന്നത് ജെന്യുവനായിട്ടുള്ള കുറച്ച് ആളുകളായിരിക്കും. മനസ്സിലായോ? ഇപ്പോൾ ഞാൻ ഫ്രീ ആയിട്ട് ട്രയൽ, നിങ്ങൾ പൈസ വേണ്ട, ഒന്നും വേണ്ട, നിങ്ങൾ എൻറോൾമെൻറ്റ് ചാർജ് അടയ്ക്കേണ്ട, നിങ്ങളൊന്നും അടയ്ക്കേണ്ട, ജസ്റ്റ് ജോയിൻ ആൻഡ് സീ എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് വരും. അതിൽ കൺവേർഷൻ എത്രയാണെന്ന് അറിയാം നമുക്ക്? അതിൽ കൺവേർഷൻ ഒരു 100 ആൾ വന്നു കഴിഞ്ഞാൽ 15% എൻ്റെ കൺവേർഷൻ. നമുക്ക് തന്നെ പ്രാന്താവും. എന്തിനീ പണ്ടാർന്ന് തോന്നിപ്പോവും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന ആളുകളിൽ മുഴുവൻ ഒന്നാമത് പൈസയില്ല. രണ്ടാമത്തെ കാര്യം, ഈ കാശുള്ള ആളെ പറയണ്ട 15% കാശുള്ള ആളുള്ളൂന്ന്. ബാക്കിയൊക്കെ 5,000 10,000 വെച്ചിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ആളുകളാണ്. പറയുമ്പോൾ 1 ലക്ഷം ഉണ്ടെന്നൊക്കെ വേണ്ട വരിക. ഒരു തേങ്ങയില്ല ഇതിൻ്റെ അകത്ത്. ഇതങ്ങോട്ട് ഫ്ലോക്ക് ചെയ്തിട്ട് നമ്മൾ ഈ സാധനം ചോദിക്കുമ്പോൾ അവസാനം അയ്യോ എനിക്ക് ശരിയാവില്ല, കാരണം റിട്ടേൺ കുറവാണ്. അപ്പോൾ ചോദിച്ചാൽ പറയും നിങ്ങളൊരു ഡെയിലി 5-6 ട്രേഡ് കാട്ട്, അല്ലാണ്ട് നിങ്ങളൊരു ട്രേഡ് തന്നിട്ട് രാത്രി ആക്റ്റീവ് ആക്കുന്ന ട്രേഡ് ഉണ്ട് എന്താ കാര്യം? ചോദിക്കുന്ന ചോദ്യം കോമഡിയത്. കാലത്തൊരു ട്രേഡ് കൊടുത്തിട്ട് നമുക്കിത് മാർക്കറ്റിൽ ആക്റ്റീവ് ആവണ്ടേ? വെറുതെ അതെടുത്തോ ഇതെടുത്തോ പി എടുത്തോ സി എടുത്തോ എന്ന് പറയാൻ പറ്റുമോ? സ്റ്റോപ്പ് അടിക്കില്ലേ? അപ്പം ഇവൻ്റെ ധാരണ 10 ട്രേഡ് എടുക്കണം ഡെയിലി. അതിൽ 5 സ്റ്റോപ്പ് അടിച്ചു പൊക്കോട്ടെ, ബാക്കി 5 കയറി കഴിഞ്ഞാൽ കാശല്ലേ എന്നാണ്. എൻ്റെ പൊന്നു പോയി അങ്ങനെ ഒന്നും ചെയ്യണ സ്ഥലമുള്ളത്. ഇനി അവനെ സാറ്റിസ്ഫൈ ചെയ്യാൻ നമ്മൾ ശ്രമിച്ചാലോ നമ്മൾ കയ്യിൽ നിന്ന് പോകും. അപ്പം അത്തരം ആളായിട്ട് അടുക്കാതിരിക്കുക.
അതായത് അവൻ കുഴപ്പം പിടിച്ച ബുദ്ധിയില്ലാത്ത ജനസാണ്, അവനായിട്ട് നമ്മൾ വർത്തമാനം പറയാൻ പറ്റില്ല. അപ്പോൾ അവനെ ഒഴിവാക്കുക. ഇതിവിടെ ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് അവസ്ഥ. ആ വരുന്ന 15% അത് കറക്റ്റാണ്. അവരുടെ അടുത്ത് പൈസയുണ്ട്, അവർ പോയി പല കുഴിയിലും ചാടി കാശ് പോയി. അവർ സീസൺഡ് ആയിട്ടുള്ള ആളാണ്, ഇരുത്തം വന്ന ആളുകളാണ്. അവരുടെ ബിസിനസ് ചെയ്യാൻ സുഖമാണ്. അപ്പോൾ ബാക്കി വരുന്ന ആളുടെ അവസ്ഥയാണ് ഈ പറയുന്നത്. ഇതിൻ്റെ യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഞാൻ ഈ വലിയ എമൗണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ സംബന്ധിച്ച് ബിസിനസ് പറയും. മറിച്ച് ചെറിയ എമൗണ്ട് എന്ന് പറഞ്ഞാൽ കുറേ ആളുകൾ വരും. പിന്നെ നമ്മളെ സംബന്ധിച്ച് ആളുകളെ പറ്റിക്കുക എന്നുള്ളതല്ല നമ്മുടെ മോട്ടീവ് എന്നുള്ളതുകൊണ്ട് നമുക്ക് സത്യം പറഞ്ഞ് മുന്നോട്ട് പോയാൽ മതി. അതിലുള്ള ബിസിനസ് മതി. നമ്മൾ സ്വന്തം ചെയ്യുന്നതാണ്. അക്കൗണ്ട് ഹാൻഡ്ലിംഗ് ഉണ്ട്, നമ്മൾ റെഗുലറായിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ ആക്ഷൻസ് ഉണ്ടാവുകൊണ്ട് നമുക്കത് മതി. നമുക്ക് യാതൊരു പ്രശ്നമില്ല. ഇനിയിപ്പോൾ ആരും ഇല്ലെങ്കിലും നമുക്ക് പ്രശ്നമില്ല. നമുക്കിപ്പോൾ ക്ലയൻറ്റ് വന്നു, അല്ലെങ്കിൽ ബാക്കിയുള്ളത് ചെയ്തു, അല്ലെങ്കിൽ ആളെ പഠിപ്പിച്ചിട്ട് വേണം റവന്യൂ ജനറേറ്റ് ചെയ്യാൻ, ട്രേഡ് ചെയ്ത് കാശ് കിട്ടുന്നില്ല, അങ്ങനത്തെ പ്രോബ്ലം ഇവിടെ ഇല്ല. ഇപ്പോൾ നമ്മളെ കൂടെയുള്ള ആൾക്കും അറിയാൻ സാധിക്കും, അങ്ങനത്തെ പ്രോബ്ലമേ ഇവിടെ ഇല്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അവസ്ഥകൾ. അപ്പോൾ ദയവ് ഇത് മനസ്സിലാക്കുക. നമ്മൾ ഇത് പഠിക്കാൻ എളുപ്പമല്ല എന്ന് പറയുക, അല്ലെങ്കിൽ ഇത് കുറച്ച് പണിയുണ്ടെന്ന് പറയുക, ഇതൊന്നും ആളുകൾക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള കാര്യങ്ങളല്ല. എല്ലാവർക്കും ഇഷ്ടം ഇത് വളരെ സിമ്പിളാണെന്നും വളരെ ഈസിയാണെന്നും ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നു, എനിക്കും ഇതിലൊരു സ്പേസ് ഉണ്ടാക്കാൻ പറ്റും, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നു കേൾക്കാനാണ് എല്ലാവർക്കും ആഗ്രഹം. എനിക്കും അങ്ങനെ പറയണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് പറയുമ്പോൾ എൻ്റെ മനസ്സാക്ഷിയോടൊരു ചോദ്യം ഉണ്ടല്ലോ, ഞാനീ പറയുന്നത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇതിന് ഉത്തരം ശരിയല്ല, അങ്ങനെ പറയരുന്നതാണ്. കാരണം അങ്ങനെ പറയാണ്ടാകുമ്പോൾ നമുക്ക് ഒരുപാട് ശത്രുക്കളുണ്ടാവും. സ്വാഭാവികമായിട്ടും ആൾ നമ്മൾ ഇഷ്ടപ്പെട്ടില്ല, കാരണം അയാൾ പിന്തിരിപ്പനാണ്. അയാളോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആൾ നേരെ നെഗറ്റീവാണ് പറയാമെന്ന് പറയും. അതിൻ്റെ യാഥാർത്ഥ്യം അതല്ലേ? അതിൻ്റെ യാഥാർത്ഥ്യം അതല്ലേ? പിന്നെ ഞാൻ എങ്ങനെയാ അത് ഈസിയാന്ന് പറയാ? ഇപ്പം ഞാൻ പേഴ്സണലി ഞാൻ ആ ബാങ്ക് നിഫ്റ്റി നിർത്തിയ സമയത്ത് ഞാൻ എത്ര സ്ട്രഗിൾ ചെയ്തു, ഉറക്കമില്ലാത്ത രാത്രികളിലൂടെ സഞ്ചരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ സ്പേസിൽ വളരെ ഈസിയാന്ന് പറയുന്നത്. കാരണം എനിക്ക് ട്രേഡ് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്, ഇത്രയും സംഗതി എനിക്കറിയാം, ഇത്രയും കാലത്തെ നോളജ് ഉണ്ട്, അതിൻ്റെ ബാക്ക് എൻഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് അറിയാം, എവറിത്തിങ് ഐ നോ. സ്റ്റിൽ ഞാൻ സഫർ ചെയ്തില്ലേ? അതും ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് ഒരു ഇൻസ്ട്രുമെൻറ്റിൽ നിന്ന് വേറൊരു ഇൻസ്ട്രുമെൻറ്റിലേക്ക് സ്വിച്ച് ചെയ്യാനെടുത്ത സമയമാണ് പറയുന്നത്. അപ്പോൾ അത്രയും 2 വർഷത്തോളം ഓൾമോസ്റ്റ് എടുത്തു. മനസ്സിലായില്ലേ? എന്നിട്ടാണ് നമ്മളൊരു ഇൻസ്ട്രുമെൻറ്റിൽ നമ്മൾ സെറ്റായി വരുന്നത്, അതിൻ്റെ ഫുൾ ഫ്ലഡ്ജിലോട്ട്. അപ്പോൾ നിങ്ങൾ ഈ ജോലി ചെയ്യാനും പറ്റില്ല, മാർക്കറ്റിലെ കാലത്തോട്ട് വൈകുന്നേരം വരെ ഗ്രാഫിൻ്റെ മുന്നിൽ ഇരിക്കാനും പറ്റില്ല, ചെയ്യാനും പറ്റില്ല, ഒന്നും പറ്റില്ലാത്ത ഒരാളുകൾ എങ്ങനെയാണ് നിങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്നത്? എനിക്ക് മനസ്സിലാവാൻ വേണ്ടി ചോദിക്കുക. ബേസിക്കലി നമ്മൾ ട്രേഡ് ചെയ്യാൻ വരുമ്പോൾ നമുക്ക് ഒരു 3-4 സെൽഫ് ചോദ്യങ്ങളുണ്ട്. ഒന്ന്, പേഷ്യൻസ് ഉണ്ടോ എന്നുള്ളതാണ്. 2, നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടോ, നിങ്ങൾക്കതിന് എത്രയും ക്ഷമയുണ്ടോ, അത്രയും ഹൈ എൻഡ് ആണോ എന്നുള്ളൊരു ചോദ്യം കൂടി ഉണ്ട് അവിടെ. അപ്പോൾ ഈ സെൽഫായിട്ടുള്ള ചോദ്യങ്ങൾക്ക് അതിൻ്റെ ഫസ്റ്റ് ആൻസർ തന്നെ പൊട്ടിപ്പോയി. ക്ഷമ എന്ന് പറഞ്ഞ സാധനമില്ല. ക്ഷമയുള്ളവർ ഇങ്ങനെ ചോദിക്കില്ലല്ലോ, എനിക്ക് കാലത്തോട്ട് വൈകുന്നേരം വരെ ഇരിക്കാൻ പറ്റണില്ല, അല്ലെങ്കിൽ നിങ്ങൾ കാലത്തോട്ട് ട്രേഡ് ചെയ്യുന്നു, നിങ്ങൾ രാത്രി ഒരു എന്ത് കുത്തിയെടുക്കണമെന്ന് ചോദിക്കില്ലല്ലോ. മാർക്കറ്റിലുണ്ടെങ്കിൽ നമ്മൾ തരില്ലേ? നമുക്കിപ്പോൾ നിങ്ങൾക്ക് ട്രേഡ് തരാൻ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ ട്രേഡ് തരാൻ മടിയുള്ള ആളാണോ? അല്ലല്ലോ. ഇപ്പോൾ നമ്മൾക്കുള്ള ആൾക്ക് അറിയാൻ പറ്റും, നമ്മൾ ട്രയലിൽ വന്നിട്ടുള്ള അറിയാൻ പറ്റും നമ്മൾ എത്ര ശ്രദ്ധിച്ചിട്ടൊരു ട്രേഡ് ഇടുന്നേ. സ്റ്റോപ്പ് അടിക്കണ്ട, ഇല്ല, റയറല്ലേ. കമ്പയറിങ്, നമ്മൾ അപ്പുറത്തുള്ള ആൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ റയറല്ലേ. ഒരാൾക്ക് വേണ്ട എല്ലാ പാരാമീറ്റേഴ്സും തരുന്നില്ലേ? ഒരു വാച്ച് ലിസ്റ്റിലേക്ക് ഇടാനുള്ള സമയം 1 മണിക്കൂറൊക്കെ മുമ്പ് കിട്ടുന്നില്ലേ? അത് കഴിഞ്ഞ് ആക്റ്റീവ് ആവുമെന്ന് പറയുമ്പോൾ അതിന് മുമ്പ് തന്നെ ഗെറ്റ് റെഡി, ശരിയാവും സാധനം ഇപ്പോൾ വരുന്നതുകൊണ്ട് 15 മിനിറ്റ് മുമ്പ് മെസ്സേജ് തരുന്നില്ലേ? അത് കഴിഞ്ഞ് ട്രേഡ് ആക്റ്റീവ് ആകുമ്പോൾ ആക്റ്റീവ് എന്ന് പറയുന്നില്ലേ, ആക്റ്റീവ് ആയി എന്ന് പറഞ്ഞിട്ട് ഒരു 5 മിനിറ്റിൽ ട്രേഡ് ആക്റ്റീവ് ആവണല്ലോ. ആക്റ്റീവ് ആവുന്നവരും നിങ്ങൾക്ക് സാധനം നേരെ ബ്രാക്കറ്റ് ടോട്ടൽ ചാർജ് ചെയ്തിട്ടു, അത് ഓട്ടോമാറ്റിക്കലി വന്ന് ട്രേഡ് ആക്റ്റീവ് ആവണ്, നമുക്ക് ഹിറ്റ് ആവണ്. അത് കഴിഞ്ഞ് നമ്മൾക്ക് സ്റ്റോപ്പ് ലോസ് ഓട്ടോമാറ്റിക് വീഴുന്നു, ഒരു നോഷണൽ ടാർഗറ്റ് വീണിട്ടുണ്ട്. അത് കഴിഞ്ഞ് ചിലപ്പോൾ ടാർഗറ്റ് ചിലപ്പോൾ അപ്പം തരും, ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് തരും. ആ ടാർഗറ്റ് എടുത്തിടുന്നു. ട്രേഡിൽ എന്തെങ്കിലും പ്രോബ്ലം കാണുകയാണെങ്കിൽ പാർഷ്യൽ ബുക്ക് ചെയ്യണമെന്ന് പറയണോ, ഇത് ചെയ്യാൻ സൗകര്യമില്ലാത്ത ആണെങ്കിൽ ചെയ്യണ്ട, നോ പ്രോബ്ലം. അതിൻ്റെ മാക്സിമം പോയാൽ എന്താ പോവുക, സ്റ്റോപ്പ് പോവും. അപ്പോൾ നിങ്ങളുടെ അതനുസരിച്ച് ക്വാണ്ടിറ്റി അടിച്ചാൽ പോരെ. ഇതിന് മേലെ ഞാൻ എന്താ ചെയ്തു തരണ്ടേ? ഒരു ട്രേഡ് ചെയ്യുമ്പോൾ സ്റ്റോപ്പ് അടിക്കുക, ടാർഗറ്റ് പോയി സ്വാഭാവികമാണ്. ഇപ്പോൾ കഴിഞ്ഞ മാസത്തെ ട്രേഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അത്രയും ഹെവി റിസ്ക് ട്രേഡ്സ് ആണ് എല്ലാത്തിനും പാർഷ്യൽ ബുക്കിംഗ് പറഞ്ഞിട്ടുള്ള ട്രേഡ്സ് അല്ല വന്നിട്ടുള്ളത്.
അതിന് മുമ്പ് അങ്ങനെ വരാറുണ്ടോ? ഇല്ല. അപ്പോൾ ആ മാർക്കറ്റ് അങ്ങനത്തെയാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ബുധനാഴ്ചത്തെ ട്രേഡ് നമ്മൾ പറഞ്ഞ ടാർഗറ്റ് എത്തിയില്ല. പാർഷ്യൽ ബുക്കിംഗ് പറഞ്ഞു, എത്തി, ഇറങ്ങി വന്നു, നമ്മൾ എക്സിറ്റ് ചെയ്യാൻ പറഞ്ഞു, ലോസ് ഒന്നുമില്ല. അത് കഴിഞ്ഞിട്ടൊന്ന് ടാർഗറ്റിലേക്ക് പോയില്ലല്ലോ, ഇൻ ബിറ്റ്വീനിലേക്ക് എന്ന് അവിടെ നിന്നില്ലേ? എന്തുകൊണ്ടാണ് നിന്നതെന്ന് പറഞ്ഞില്ലേ? ബിറ്റ്വീൻ്റെ നമ്പർ അത് വീഴില്ല, അത് കയറില്ല, ഇന്ന സ്ഥലത്തേക്ക് വരണം. എപ്പോഴേ പറയുന്നത് 2 to 3 ഇൻ ബിറ്റ്വീൻ അല്ലേ? 3 മണിയായിട്ടും അത് നിൽക്കാണ്ടായപ്പോഴല്ലേ നമ്മൾ മാറിയത്, ഇനി വിട്ടേക്കെന്ന് പറയുന്നത് അല്ലേ? അത് മാറിയല്ല സംഭവിക്കുന്നത്, വേറെ ഒന്നും മാറ്റമൊന്നുമില്ലല്ലോ എൻ്റെ അകത്ത്. ക്ഷമ വളരെ അത്യാവശ്യമാണ്. അപ്പം ഞാനിത് പറയുമ്പോൾ അത് നിങ്ങളെ നിരുത്സാഹപ്പെടുത്താനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു എൻ്റെ ധാർഷ്ട്യം, എൻ്റെ അഹങ്കാരമൊന്നുമല്ല. ഈ ബിസിനസ് അങ്ങനത്തെയാണെന്നും ഇതിനത്രയും പ്രഷർ വേണമെന്നും ഉള്ളൊരു യാഥാർത്ഥ്യമാണത്. ഇപ്പം നിങ്ങളൊരു 200+ പോണ ഒരു കാർ എടുത്ത് വെച്ചിട്ട് ടയർ കടയിൽ പോയിട്ട് ടയർ മേടിക്കാൻ പോയി. ആ ടയറിന് റേറ്റിംഗ് ഉണ്ട്, എന്താ YHZ എന്നൊക്കെ പറഞ്ഞ റേറ്റിംഗ് ഉണ്ട്. നിങ്ങൾ ആ കടക്കാരൻ പറഞ്ഞു ടയറിൻ്റെ വില 25,000. ശരി, അപ്പുറത്ത് നമ്മളോട് ഭയങ്കര വില, അപ്പുറത്ത് 9,000 വരാമെന്ന് പറഞ്ഞു. ഓക്കെ, സെയിം ടയർ കാണുമ്പോൾ അടിപൊളി സാധനം, നിങ്ങളത് മേടിച്ചിട്ടു. അത് ചിലപ്പോൾ 150 അല്ലെങ്കിൽ 130 റേറ്റിംഗ് ആയിരിക്കും. 130 മുകളിൽ ഓടിച്ചത് പൊട്ടിപ്പോവും. അവൊന്നും കിട്ടുന്നു. നിങ്ങൾ അത് എടുത്തിട്ടിട്ട് 180 ചവിട്ടിക്കയറ്റിയാൽ പൊട്ടിത്തെറിച്ച് പോവില്ലേ? അപ്പോൾ ആദ്യത്തെ കടക്കാരൻ പറഞ്ഞ വില തെറ്റാണോ? അല്ല, അവനതിൻ്റെ കറക്റ്റ് സാധനം തന്ന അതിന് വിലയുണ്ട്. അത്രയും റോഡ് ഹീറ്റ് മെയിൻറ്റെയിൻ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടയർ സൈസ് എല്ലാം തന്നെ. നിങ്ങൾ നോക്കുമ്പോൾ സാധനം രണ്ടും നോക്കുമ്പോൾ തിരിച്ചു മറിച്ച് നോക്കിയപ്പോൾ ഒരേ സൈസ്, ഒരേ വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് എല്ലാം സെയിം. റേറ്റിംഗ് നിങ്ങൾ ശ്രദ്ധിച്ചില്ല അല്ലേ? ടയർ റേറ്റിംഗ് ശ്രദ്ധിച്ചില്ല. അതായത് മാനുഫാക്ചറിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതേമാതിരിയുള്ള സാധനങ്ങളാണ്. വേറൊരു നിങ്ങളോട് പറയുന്നു ട്രേഡിങ് ഈസിയാണ്, ട്രേഡിങ് സിമ്പിളാണ്, നിങ്ങൾക്ക് അതിനോട് ഭയങ്കര പ്രണയം, ഇഷ്ടം, അവൻ നമ്മളെ ഗംഭീര സാധനം, അവൻ നിന്നെ സൂചിപ്പിച്ചാണ്. എന്നിട്ട് അവൻ നിൻ്റെ 20,000 ഫീസും മേടിച്ച് വെച്ചു. എൻഡ് ഓഫ് ദി ഡേ നീ ഇത് പഠിച്ചു കഴിഞ്ഞു, അവൻ്റെ ഡീല് കഴിഞ്ഞു. നിന്നെ പഠിപ്പിക്കുക എന്നുള്ളതാണ് അവൻ്റെ ഡീല്. നിന്നെ പ്രോഫിറ്റബിൾ ആക്കി തരാമെന്ന് പറഞ്ഞിട്ടില്ല. അവൻ്റെ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ നീ കുറച്ച് കാലം നിന്നു, നിനക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, നിൻ്റെ കാശ് മുഴുവൻ പോയി, നീ ഒരു 5 ലക്ഷം കൊണ്ടുവന്നത് പോയി. മറിച്ച് നമ്മളെന്താ പറയണേ? മോനെ സൂക്ഷിച്ച് ചെയ്യണം, ഇത് ബുദ്ധിമുട്ടാണ്, ഈസിയല്ല, ഇതിൽ നിന്ന് 10 റുപ്യ ഉണ്ടാക്കാന്നുള്ളത് നല്ല പണിയുണ്ട്, ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഫസ്റ്റ് കേൾക്കുമ്പോൾ നിനക്ക് ഭയങ്കര ദേഷ്യം തോന്നും. ഇയാളെന്ത് മനുഷ്യനാ, ഇയാൾ നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്നു, ഞങ്ങൾക്കൊരു ഓപ്പണിങ് തരുന്നില്ല, മറ്റേത് മറിച്ചത് പഠിപ്പിച്ച് തരുന്നില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ തോന്നും. എന്നിട്ട് നിങ്ങൾ അപ്പുറത്ത് പോവും. അത് ചെയ്തു വന്നിട്ട് നിങ്ങൾ ലാസ്റ്റ് എന്ത് വിചാരിക്കുക? അയാൾ പറഞ്ഞത് കറക്റ്റാ. ഞാനൊരു 3-4 കൊല്ലം മുമ്പ്, 4-5 കൊല്ലം മുമ്പ് ചെയ്ത വീഡിയോയിൽ കിടപ്പുണ്ട്. ഫസ്റ്റ് ഷാരിക്ക് നാട്ടുകാരെ പഠിപ്പിക്കുമ്പോൾ ചെയ്തൊരു വീഡിയോ ഉണ്ട്. ഞാൻ ആ വീഡിയോ ആക്ട് ചെയ്ത് തരാം. അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സാധനം ചെയ്യാൻ നിൽക്കണ്ടെന്ന്. ഇന്ന് നിങ്ങൾ തിരിഞ്ഞു നോക്ക്, ആ വേവ് എങ്ങനെയാണ് വന്നതെന്ന്. ഒന്നും അറിയാത്ത മലയാളീനെ ട്രേഡിങ് മുഴുവൻ പഠിപ്പിച്ച് ഗംഭീരാക്കി രക്ഷപ്പെട്ട എത്ര പേരുണ്ട്. ഈ പഠിപ്പിച്ചവനൊക്കെ രക്ഷപ്പെട്ടു. അവൻ BM-ഉം ബെൻസും റോൾസ് റോയ്സൊക്കെ ആയി അല്ലേ, വലിപ്പിച്ചല്ലേ? സ്വന്തമായി കാശ് മുടക്കി ട്രേഡ് ചെയ്യാൻ വന്നതിൻ്റെ അവസ്ഥ എന്താ? പെട്ടാ എത്ര പേര് കെട്ടിത്തൂങ്ങി, എത്ര പേരെ കുടുംബം സ്പ്ലിറ്റായി, എത്ര പേർക്ക് എന്തൊക്കെ സംഭവിച്ചു. തിങ്ക് അബൌട്ട് ഇറ്റ്. ശരിയല്ലേ? കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ്റെ വീഡിയോ കണ്ടിരുന്നു. ഭയങ്കര അഗ്രസീവായിട്ട് സംസാരിക്കുന്നുണ്ട്, കാശ് പോയി മറ്റേ മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട്. എന്തുകൊണ്ട്? ഒരു സാധ്യത ഉണ്ടായിരുന്നു, എത്ര അങ്ങോട്ട് കോടി നാട്ടുകാരെ മുഴുവൻ കളക്ട് ചെയ്ത് വെച്ചിട്ട് എന്തൊക്കെയാണ് കാണിക്കുന്നത് ഇപ്പോൾ ഒരു ഐഡിയ ഇല്ല. ആരും ഇല്ല ഇവിടെ. എല്ലാവരും ക്രിപ്റ്റോ പോണ്, അവിടെ പോണ്, ഇവിടെ പോണ്. ഷിജിമോൻ ആൻ്റണി ദുബായി പോയി, എന്നിട്ട് നമ്മുടെ US ഓപ്ഷൻസ് ഇവിടെ നിർത്തി. ഭയങ്കര ബേളല്ലായിരുന്നു ഇവിടെ, ഭയങ്കര മാർക്കറ്റ് തേങ്ങ വാങ്ങാന്നൊക്കെ പറഞ്ഞിട്ട് നിർത്തിപ്പോയി. ഇപ്പോൾ നമ്മളെ മാർക്കറ്റിനെ കുറിച്ച് സംസാരമില്ല. എന്തേ? നമ്മുടെ മാർക്കറ്റിനേക്കാളും കൂടുതൽ പ്രോഫിറ്റ് അവിടെ കിട്ടും. ഇതാണ് പറയുന്നത്. ചെയ്യാൻ അറിയണ്ടേ? ഇത് ചെയ്യാൻ അറിയണല്ലേ പ്രോഫിറ്റ്സും ലോസൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ എന്തൊരു കുന്ത ചെയ്യേ? ഈ മാർക്കറ്റിന് 100,000 ടെൻഷൻ അപ്പുറത്തുണ്ട്. അപ്പം എന്താ പറയാനുള്ളത്? എല്ലാം പറയാനുണ്ട. അപ്പം നമ്മൾ ഇന്ന് വരെ, ഈ നിമിഷം വരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ സത്യസന്ധമായിട്ട് പറഞ്ഞിട്ടുള്ളൂ.
എനിക്ക് ലോസ് വന്ന സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. യാഥാർത്ഥ്യമാണ്. അന്ന് ഒരുപാട് പേര് ഭയങ്കര ഹാപ്പിയായി, ഞാൻ പൊളിഞ്ഞു, ഓ വെരി ഗ്രേറ്റ്, അയാൾ പൊട്ടിയിട്ട് അയാൾ അങ്ങനെ മുഴുവൻ തീർന്നു എന്ന്. അതേ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ. നിഫ്റ്റി ഓപ്ഷൻസ് യുദ്ധം നടക്കുന്നു, അവിടെ പൊട്ടുന്നു ഇവിടെ പൊട്ടുന്നു. ട്രംപ് എന്താ പറയണത് പുള്ളിക്കേണ്ട ഐഡിയ ഇല്ല. ബട്ട് വി ആർ സേഫ്. അടിപൊളി മാർക്കറ്റ്, പ്രശ്നമില്ലേ? നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒറ്റ പ്രശ്നമുള്ളൂ, പ്രൈസ് കൂടി നിൽക്കണു. 400, 500, 600 പോയി എന്ത് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഈ 13 പോയിന്റ് സ്റ്റോപ്പ് ലോസ് 500 നിൽക്കുവോ? നിൽക്കില്ല. അത് മാത്രമേ പ്രശ്നമുള്ളൂ. മനസ്സിലായില്ലേ? വേറെ ഒരു ഇഷ്യൂസും ഇല്ലാന്ന്. എനി കൈൻഡ് ഓഫ് മാർക്കറ്റ്, സീറോ ടെൻഷൻ, ക്യാപിറ്റൽ സേഫ് 100%. അപ്പൊ ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കുക, ക്ഷമയുള്ളവർ മാത്രം വരിക. ക്ഷമയില്ല, എനിക്ക് തിരക്കാണ്, 11 മണിക്ക് മുമ്പ് പരിപാടി തീർക്കണം. കടവളെ ഈ വഴിക്ക് വരണത് നിങ്ങളൊരു ഡീലില്ല. മനസ്സിലായില്ലേ? ക്ഷമയുണ്ടോ? നീ പോര്, നമുക്ക് ചെയ്യാം. ഇപ്പൊ ഒരു മാസം പൈസ ഒന്നും പോയില്ല, പക്ഷെ ലാഭമില്ല നഷ്ടമില്ല, ബ്രേക്കിംഗ് ഉള്ളിൽ പോണ്, കുഴപ്പമില്ല. കാശ് അവിടെ ഉണ്ടല്ലോ, അതന്നെ വലിയ കാര്യം വെച്ചാനെ. ഈ ട്രേഡിംഗ് എന്ന് പറഞ്ഞ ബിസിനസ്സിൽ വേറെ ഒന്നും സംസാരിക്കണ്ട. ഈ വലിയ വർത്താനം പറഞ്ഞൂടെ? ഒരു 5 ലക്ഷം കൊടുത്തിട്ട് നീ കൂടുതലൊന്നും കാണിക്കണ്ട, 5 ലക്ഷത്തി ഒന്നാക്കി തരാൻ പറഞ്ഞാൽ മതി. പറ്റില്ല, പാടാ. അതിന്റെ ആയുസ് 6 മാസത്തിനുള്ളിൽ തീരും. 5 ലക്ഷം തീർന്നിരിക്കും, ഒരു സംശയമില്ല കാര്യത്തിൽ. മനസ്സിലായില്ലേ? അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ പാടാണ്. ഇത്രയും ബിസിനസ് ടൈറ്റ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇതിൽ പ്രോഫിറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ നല്ല പണിയുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ലോസ് വന്നു, ആ ലോസ് ഇപ്പൊ കവർ ചെയ്യാന്ന് വേണ്ടി ചാടിക്കയറി പിടിക്കാനും പോകരുത്. വ്യക്തമായി നമുക്ക് ധാരണ വേണം എന്തോടെ നടക്കണേന്നുള്ളത്. അത് കറക്റ്റ് ആവാണ്ട് നമ്മൾ സൈസ് ചെയ്യാൻ ശ്രമിച്ചാൽ പെട്ടുപോകും. മനസ്സിലായില്ല? ഇതൊക്കെ ഒരു യാഥാർത്ഥ്യങ്ങളാ. അത് അനുഭവത്തിൽ നിന്ന് പഠിക്കുമ്പോൾ മനസ്സിലാവും. നമ്മളൊരു സാധനത്തിലോട്ട് പോകുമ്പോൾ നമ്മൾ പോണ 100% കറക്റ്റ് ആണെന്നും നമ്മൾ ചെയ്യുന്ന പണി കറക്റ്റ് ആണെന്നും പെർഫെക്റ്റ് ആണെന്നും അലൈൻഡ് ആണെന്നും ഉള്ളൊരു യാഥാർത്ഥ്യ ബോധം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പാടാണ്. അതുകൊണ്ടാണ് നമ്മൾ പല സ്പേസിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ പാർഷ്യൽ ബുക്കിംഗ് ചെയ്യണം എന്ന് പറയാനുള്ള കാരണം. അത് പേടിച്ചിട്ടല്ല. അവിടെ നമ്മൾ നോക്കുമ്പോൾ 100,000 ബ്ലോക്സ് ഉണ്ട്, ഇന്ന പ്രശ്നങ്ങളുണ്ട്. അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കയറിപ്പോവും. കട്ട് ചെയ്യോ? ഗോഡ് നോസ്. ഇതാണ് എടുക്കേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. സോ അവിടെ പാർഷ്യൽ ബുക്ക് ചെയ്യാനായിട്ട് നിർബന്ധമാണെന്ന് പറയാനുള്ള കാരണം അതാ പലപ്പോഴും. അല്ലാതെ പേടിയല്ലത്, എനിക്ക് യാഥാർത്ഥ്യമാണത്. ബൈ ഉണ്ടെങ്കിൽ പിന്നെ ആ ട്രേഡിലേക്ക് എൻട്രി ചെയ്യില്ലല്ലോ നമ്മൾ. ഇപ്പം നിങ്ങളുടെ അടുത്ത് പറഞ്ഞ ട്രേഡ്സ് നമ്മൾ പേഴ്സണൽ എൻട്രി ചെയ്യുന്ന സാധനമാണ്. അത് നമ്മൾ ബൈ അല്ല. ബൈ ഉണ്ടെങ്കിൽ നമ്മൾ എൻട്രി ചെയ്യില്ലല്ലോ. എൻട്രി ചെയ്യും, കാശ് കളയാൻ വേണ്ടിയിട്ടാലും എൻട്രി ചെയ്യും. ബൈ അല്ല, അതിൻ്റെ ഒരു യാഥാർത്ഥ്യമാണത്. അപ്പം അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകണം. അതല്ല ഇപ്പോഴും വരില്ല. മാർക്കറ്റ് ടൈറ്റായി പ്രശ്നം വരുന്ന സമയത്ത് ഈ സംശയങ്ങളൊക്കെ വരും. അപ്പോൾ അത് നമ്മൾ കാണുക, അറിയുക, ശ്രമിക്കുക. ഓക്കെ ദെൻ ബൈ.